ഹായ് എവരി വൺ, ക്വാണ്ടിറ്റി സർവേയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RCC T-beam ഡെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേഷനാണ്. നമുക്കറിയാം, എസ്റ്റിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഡ്രോയിങ് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഫിഗർ ഒന്ന് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിലോരോ കമ്പോണൻസ് പാർട്സ് നമ്മൾ മനസ്സിലാക്കണം. RCC T-beam ഡെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബ്രിഡ്ജ് അതിൻ്റെ ഫൗണ്ടേഷൻ വന്നു. ഞാനത് വിട്ട് ഓരോ കമ്പോണൻസ് കാണിക്കുന്നില്ല. ഗ്രൗണ്ട് ലെവല് ഫൗണ്ടേഷൻ, അതിന് മുകളിൽ കോളം പില്ലർ ആയിട്ടുള്ള പിയർ വന്നിട്ടുണ്ട്. ദെൻ ആ കോളത്തിന് മുകളിൽ നമുക്കറിയാം 3 റിബ്സ്. ഈ 3 റിബ്സ് ആണ് മുകളിലാണ് നമ്മുടെ സ്ലാബ് നൽകാറുള്ളത്. ഓക്കെ. ദെൻ ഇതിന്റെ ഒരു എന്താ പറയാ, നെക്സ്റ്റ് ഒരു വ്യൂ, ഇതൊരു എന്താ പറയാ, ഒരു ബീമിന്റെ അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ഇതിന്റെ ഒരു കോപ്പി, ദെൻ നമ്പർ. ഇത് സെയിം കോപ്പി ഇപ്പുറത്ത് ഒരെണ്ണം ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് സൈഡിൽ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനും കണക്ട് ചെയ്തിട്ട് ഒരു സ്ലാബ്, ആ സ്ലാബിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ക്രോസ് സെക്ഷൻ വ്യൂ ഇതേ ലൈനിൽ വരും. ദെൻ ഇതിന്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്ത് പോകാറുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാരപെറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇതിന്റെ മുകളിലൂടെയാണ് വാഹനം പാസ് ചെയ്ത് പോകാറുള്ളത്. ഓക്കെ. വാഹനം ചില സമയത്ത് മെട്രോ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. ഈ ഒരു കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനാണ് T-beam ഡെക്കിംഗ് എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇത്രയും പാർട്സ് ആണ്. ഈ ഒരു ഗർഡർ അല്ലെങ്കിൽ റിബ്സ് മുതലുള്ള സ്ലാബ് മുതലുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗർ ഡ്രോയിങ്സ് ഞാൻ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വാഹനം പാസ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ ഇതാണ്. കൃത്യമായിട്ട് 7 മീറ്റർ റോഡ് വേ എന്ന് കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എപ്പോഴും ഇത് ഏത് ക്രോസ് സെക്ഷൻ വ്യൂ ആണെന്നത് മനസ്സിലാക്കണം. ഇത് വാഹനം പാസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ക്രോസ് കട്ട് ചെയ്തിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിബ്സ്. ഓക്കെ. റിബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീം. ഇതാണ് ബീം. അതിന്റെ മുകളിൽ സ്ലാബ് വരുന്നുണ്ട്. അതിന് മുകളിൽ ഒരു 10 സെന്റിമീറ്റർ വിയറിംഗ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടാറിങ് അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റിന്റെ കോട്ടിങ് വരുന്നുണ്ട്. ദെൻ പാരപെറ്റ് ആയിട്ട് വരുന്നുണ്ട്. പാരപെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് പാരപെറ്റ് അല്ല, ഓരോ റെയിൽസ് ആയിട്ടാണ്. ആ റെയിൽസിനെ കണക്ട് ചെയ്തിട്ട് ഓരോ പൈപ്സുകൾ കണക്ട് ചെയ്യും. അതായത് ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ ലോങ്ങിറ്റുള്ള വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഓരോ നൽകിയതിനു ശേഷം പാരപെറ്റ്, ഈ പാരപെറ്റിന് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, റെയിൽസ് ഇങ്ങനെ പൈപ്സ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. ഈ ടൈപ്പ് പാരപെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡിന്റെ സൈഡുകളിലൊക്കെ. ഈ ടൈപ്പ് പാരപെറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ. എന്തായാലും നമുക്ക് ചെയ്തു തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരിക്കൽ കൂടി കമ്പോണന്റ് പറയാണ്. റിബ്സിനെ തന്നെ രണ്ടാക്കി പിടിക്കാം. റിബ്സ് എന്ന് പറഞ്ഞ കോളം, ബീമിനെ രണ്ടാക്കി തിരിക്കാം. റിബ്സ് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ട്രയാങ്കിൾ പോർഷൻ വരുന്നുണ്ട്. ആ ഭാഗത്ത് പറയുന്ന പേരാണ് ഫില്ലറ്റ്. അതിന് മുകളിൽ വരുന്നത് സ്ലാബ്, ദെൻ വിയറിംഗ് കോട്ട്, നമ്മുടെ പാരപെറ്റ്, റെയിലിംഗ് പോസ്റ്റ്. ഓക്കെ. ചെയ്തു തുടങ്ങാം. ഈ ക്രോസ് സെക്ഷൻ വ്യൂ എല്ലാവർക്കും ഏതാണെന്ന് മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് ഡയറക്ഷൻ വ്യൂ ആണ്, കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണെന്ന് മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എസ്റ്റിമേഷൻ ക്ലിയർ ആയിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഫിഗർ ആദ്യം മനസ്സിലാക്കി എടുക്കുക. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫസ്റ്റ് വർക്ക് വരുന്നത് RCC വർക്ക്, റിബ്സ്, ഫില്ലറ്റ്. RCC വർക്ക് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് വർക്ക് RCC വർക്ക്. ഫസ്റ്റ് വൺ RCC വർക്ക് 1:2:4 excluding steel and its bending. നമ്മളെ ഇവിടെ RCC വർക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ T-beam റിബ്സ്. ഇതിനു മുമ്പ് ഒരു ഡാറ്റ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം, എസ്റ്റിമേറ്റ് ദി ഡീറ്റെയിൽ എസ്റ്റിമേഷൻ ഓഫ് RCC T-beam decking including beam for a bridge. One span 6 meter. One span 6 meter എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ സ്പാൻ 6 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ എലോങ് ഈ ഡയറക്ഷനിൽ വരുന്ന ആ ലെങ്തിനെയാണ് നമ്മൾ 6 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഇങ്ങനെ 6 മീറ്റർ. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇതിന്റെ ഒരു എലോങ്ങേഷൻ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, എലോങ് വ്യൂ സങ്കല്പിച്ച് നോക്കുക. അപ്പൊ ഈ 3 ഇങ്ങനെ എലോങ്ങേറ്റ് വരുന്ന കണ്ടീഷൻ സങ്കല്പിച്ച് നോക്കുക. അത് 6 മീറ്റർ.
അത് അടുത്തൊരു പില്ലറിൽ അടുത്തൊരു കോളത്തിൽ പ്ലേസ് വെച്ചിരിക്കുന്നു. ഇനി അടുത്തതിൽ കൂടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അസ്യൂം 40 സെന്റിമീറ്റർ ബിയറിംഗ് ഓൺ എയ്തർ അബ്യൂട്ട്മെന്റ്. മീൻസ് ഇതാണ് അബ്യൂട്ട്മെന്റ്, പില്ലർ അബ്യൂട്ട്മെന്റ് ആയിട്ട് പറയുന്നത് പില്ലറാണ്, ഈ കോളമാണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണ് 40 സെന്റിമീറ്റർ ബിയറിംഗ് കാണിക്കാം. ഇതിപ്പോ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ഇതിന്റെ ലോജിറ്റ്യൂഡൽ ക്രോസ് സെക്ഷൻ വ്യൂ ഞാൻ വരച്ചു കാണിക്കാം. ഇത് അബ്യൂട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയാ ടി ബീം അതായത് ഈ ഭാഗം ഇതിപ്പോ ഇങ്ങനെയുള്ള വ്യൂ ആണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഒരു ബീം നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. ആ ബീം ഇതിൽ ബിയർ ചെയ്ത് കിടക്കുന്നത് 45 സെന്റിമീറ്ററിലാണ്. അതായത് ഇത്രയും ഭാഗം 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഭാഗം 45 സെന്റിമീറ്റർ. അതായത് ഈ ഒരു അബ്യൂട്ട്മെന്റിലോട്ട് 45 സെന്റിമീറ്റർ രണ്ട് സൈഡിലും കയറിയിട്ടാണ് ബിയറിംഗ് ചെയ്തിട്ടാണ് നമ്മുടെ ടി ബീം ഇരിക്കുന്നത്. അപ്പൊ ടി ബീമിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 + 0.45 6.9 മീറ്റർ എന്ന് വരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ടി ബീമിന്റെ കേസിൽ മാത്രമല്ല, ഈ ഫില്ലറ്റ് ആയാലും സെയിം ലെങ്ത് ആയിരിക്കും, സ്ലാബ് എല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. ഈ റെയിലിംഗ് പോസ്റ്റിന് ടോട്ടൽ ലെങ്ത്തും അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് വർക്ക് RCC വർക്ക് 1:2 എക്സ്ക്ലൂഡിംഗ് ഹീൽ ആൻഡ് ബെൻഡിംഗ് ബട്ട് ഇൻക്ലൂഡിംഗ് സെന്ററിംഗ് ആൻഡ് സെന്ററിംഗ് ആൻഡ് ബെൻഡിംഗ് ബാർസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വർക്ക് RCC ടി ബീം റിബ്സ്. ഫസ്റ്റ് വൺ ടി ബീം റിബ്സ്. ടി ബീം റിബ്സ് നോക്കാം. എണ്ണം ആദ്യം കൗണ്ട് നോക്കൂ. ഒരു ടി ബീം 1 2 3, ഇതാണ് ബീം എന്ന് പറയുന്നത്. 1 2 3, അപ്പോൾ നമ്പർ 3 ബീം. ദെൻ ലെങ്ത് നോക്കാം. ലെങ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബീമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുന്ന വേണം. ദെൻ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ ഫിഗർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്ത് എന്ന് പറഞ്ഞാൽ 0.45, അതായത് 40 സെന്റിമീറ്റർ ഒരു സൈഡിൽ ബിയറിംഗ് ആണ്. പ്ലസ് ക്ലിയർ സ്പാൻ 6 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സൈഡിലും 0.45 സെന്റിമീറ്റർ, ടോട്ടൽ 6.9 മീറ്റർ വരും. ലെങ്ത് 6.9 മീറ്റർ. ഓക്കെ, അടുത്ത ഡാറ്റ എന്നുള്ളത് അതിന്റെ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് ഫിഗറിൽ തന്നിട്ടുണ്ട് 35 സെന്റിമീറ്റർ എന്നുള്ള ഇതിന് ഫിഗറിൽ തന്നിട്ടുണ്ട് 35 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 0.35 മീറ്റർ. ദെൻ അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് 75 സെന്റിമീറ്റർ ഈ സൈഡിൽ നൽകിയിട്ടുണ്ട്. ഈ എന്താണ് ബീമിന്റെ റിബ്സിന്റെ ഹൈറ്റ് എന്നുള്ളത് 75 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 0.75 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 5.434 മീറ്റർ ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫില്ലറ്റ്. ഓക്കെ, ഫില്ലറ്റ് നോക്കാം. ഫില്ലറ്റ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ഫില്ലറ്റ് ഉണ്ട് നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ പോർഷനെയാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിബ്സിൽ 2 ഫില്ലറ്റ്. ആക്ച്വലി ഈ റിബ്സും ഫില്ലറ്റ് കൂടി ചേർന്നതാണ് ടി ബീം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 ട്രയാങ്കിൾ പോർഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ബീം എന്ന് പറയുമ്പോൾ ഈ ഒരു റിബ്സ് പ്ലസ് ഫില്ലറ്റ് കൂടെ ഉൾപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ റിബ്സിന്റെ കണ്ടു. ഇനി ഫില്ലറ്റിന്റെ ഭാഗം, ഒരു ബീംസിൽ 2 ഫില്ലറ്റ് വരുന്നുണ്ട്. 1 2, ഇവിടെ 2 4 5 6, നമുക്ക് 3 × 2 എന്ന് കാണിക്കാം. 6 വരും. അതിന്റെ ലെങ്ത് നമ്മുടെ ബീമിന്റെ സെയിം ലെങ്ത് തന്നെയാണ് ഫില്ലറ്റിനും വരിക, 6.9 മീറ്റർ. ഇനി അതിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഏരിയ ആണ്. ഇത് ട്രയാങ്കിൾ പോർഷൻ ആണ്. ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ½ PH വെച്ചിട്ട് വേണം ഏരിയ കാണാൻ. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാണ്. ½ × B എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ, 15 × 15 ഫില്ലറ്റ്. അതായത് ഇതിന്റെ ബ്രെഡ്ത്തും ഈ ഒരു ഡയറക്ഷൻ 15, ഈ ഒരു ഡെപ്തും 15 ആണ്. അപ്പൊ ½ BH 0.15 × 0.15. ഇതിന്റെ ആൻസർ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.466 മീറ്റർ ക്യൂബ്. 0.466 മീറ്റർ ക്യൂബ്. ഇത് രണ്ടും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ടോട്ടൽ ബീമിന്റെ ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ഞാനിവിടെ ടോട്ടൽ ചെയ്തിട്ട് ആൻസർ കാണുന്നുണ്ട്. ടോട്ടൽ = 5.9 മീറ്റർ ക്യൂബ്. ഓക്കെ,
ടോട്ടൽ ബീം. ടോട്ടൽ ബീമിന്റെ വർക്കാണ് 5.9 മീറ്റർ ക്യൂബ്. ഇനി നെക്സ്റ്റ് വർക്ക് ഫില്ലറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന ഭാഗം ഡെക്ക് സ്ലാബ് ആണ്. ഇതിൽ വരുന്ന ഡെക്ക് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭാഗം സ്ലാബ്, ഈ 20 സെന്റിമീറ്റർ ഡെപ്തിൽ കാണിച്ചിട്ടുള്ള ഈ ഭാഗം, 20 സെന്റിമീറ്റർ ഡെപ്തിൽ കാണിച്ചിട്ടുള്ള ഈ ഭാഗമാണ് ഡെക്ക് സ്ലാബ്. അതിന്റെ നമ്പർ നോക്കാം. ഒരു സ്ലാബേ ഉള്ളൂ. നമ്പർ സ്ലാബ്, ഡെക്ക് സ്ലാബ് നമ്പർ 1. ദെൻ അതിന്റെ ലെങ്ത് എന്നുള്ളത്, ആ സ്ലാബിന്റെ ലെങ്ത് എന്നുള്ളത് നമ്പർ 1 ലെങ്ത് കണ്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ലെങ്ത്, അതാണ് ഈ ഇവിടെ മുതൽ ഈ 20 സെന്റിമീറ്റർ ഡെപ്തിലുള്ള ഈ ഒരു ഭാഗത്ത്, തിക്നെസ് ഉള്ള ഭാഗത്ത് ഈ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7.7 മീറ്റർ. ഔട്ടർ ലെങ്ത് ആണ് 7.7 മീറ്റർ. 7.7 മീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ലാബിന്റെ ഈ ഒരു ലെങ്ത്, ബ്രെഡ്ത്ത്, അതായത് സ്പാൻ ലെങ്ത് 6.90 മീറ്റർ. ഓക്കെ. നെക്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ട് ലെങ്ത് 6.9 മീറ്റർ, ഇതേ ലെങ്ത് റിബ്സിന്റെ ലെങ്ത്, ഫില്ലറ്റിന്റെ ലെങ്ത്, അപ്പോ അതിന്റെ ബ്രെഡ്ത്ത് 7.70 മീറ്റർ ആയിട്ട് വരും. ദെൻ അതിന്റെ ഡെപ്ത് വരുന്നത് 0.20 മീറ്റർ ആണ്. ഹൈറ്റ് അതിന്റെ ഡെപ്ത് കാണിച്ചിട്ടുണ്ട് 0.20 മീറ്റർ. 20 സെന്റിമീറ്റർ എന്നാണ് കാണിച്ചിട്ടുള്ളത്, അതിന് കൺവേർട്ട് ചെയ്തു 0.0 മീറ്റർ. അതായത് സ്ലാബിന്റെ ലെങ്ത് 6.9 മീറ്റർ, ബ്രെഡ്ത്ത് 7.7 മീറ്റർ, തിക്നെസ് 20 സെന്റിമീറ്റർ, 0.2 മീറ്റർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 10.626 മീറ്റർ ക്യൂബ്. ദെൻ ഫോർത്ത് വർക്ക് എന്നുള്ളത്, റെയിലിംഗ് പോസ്റ്റ്. റെയിലിംഗ് പോസ്റ്റ് എന്നുള്ളത് ഈ ഒരു ഭാഗമാണ്. റെയിലിംഗ് പോസ്റ്റ്. ഓക്കെ. റെയിലിംഗ് പോസ്റ്റിന്റെ ക്വാണ്ടിറ്റി കണ്ടെത്തണം. അപ്പൊ എത്ര റെയിലിംഗ് പോസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 6.9 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു 6.9 മീറ്ററിൽ റെയിലിംഗ് പോസ്റ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് 15/15 സെന്റിമീറ്റർ. അതായത് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രെഡ്ത്തും 50 സെന്റിമീറ്റർ ആണ്. അതുപോലെ അതിന്റെ തിക്നെസ് മീൻസ് ബ്രെഡ്ത്തും ലെങ്ത്തും 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ. ദെൻ RCC റെയിലിംഗ് പോസ്റ്റ് 120 സെന്റിമീറ്റർ ഹൈറ്റ്, അതായത് 100 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. 120 സെന്റിമീറ്റർ ഹൈറ്റ്, 1.2 മീറ്റർ ഹൈറ്റ്. ദെൻ അതിന്റെ ബ്രെഡ്ത്ത് 15. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താണ് റെക്ടാംഗുലർ സെക്ഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത ഡയമെൻഷൻ അതും 15 സെന്റിമീറ്റർ. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹൈറ്റ് ആണ്. 136 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ, അതായത് അടുത്തൊരു പോസ്റ്റ് വരുന്നത് 136 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഓക്കെ. അപ്പൊ ഈ സെന്റർ ടു സെന്റർ എന്ന് പറയുന്നത് 136 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്പർ കണ്ടെത്തണം. നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഈക്വൽ ടു ഫുൾ ലെങ്ത് എന്നത് 6.9 മീറ്റർ ആണ് നമുക്കറിയാം. 6.9 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് എത്രയാ 136 സെന്റിമീറ്റർ, അതായത് 1.36 മീറ്റർ പ്ലസ് 1. ഇത് നമ്മുടെ നോർമൽ ഇക്വേഷൻ ആണ്. നമ്മൾ ബാറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. 6.9 മീറ്റർ ടോട്ടൽ ലെങ്ത് ബൈ സ്പേസിംഗ് പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 6.07 എന്നാ കിട്ടുക. നമ്മൾ അതിനെ 6 ആക്കി അസ്യൂം ചെയ്യാണ്. 0.7 നെഗ്ലക്ട്, ചെറിയ മോഡൽ ആയതുകൊണ്ട് നെഗ്ലക്ട് ചെയ്യാണ് 6 നമ്പേഴ്സ്. അപ്പോൾ ഒരു സൈഡാണ് നമ്മൾ പറഞ്ഞത്, പാരപ്പെറ്റി എന്ന രീതിയിൽ ഒരു സൈഡിലാണ് 6 എന്താണ് ഈ 6.9 മീറ്റർ ലെങ്ത്തിൽ ഒരു റോഡിന്റെ ഒരു സൈഡിൽ ഇത്രയും 6 ഇങ്ങനെ ബാറുകൾ വരും. അത് കണക്ട് ചെയ്തിട്ട് റൈസ് മറ്റേ സ്റ്റീലിന്റെ ബാറുകൾ വേറെ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ റോഡിന്റെ അടുത്ത സൈഡിലും ഇതുപോലെ 6 ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, റെയിലിംഗ് പോസ്റ്റ് 6 × 2, ഒരു സൈഡിൽ 6 ആണ്, രണ്ട് സൈഡ് 2. ഓക്കെ. ഇനി അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 സെന്റിമീറ്റർ ബൈ 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 0.15 മീറ്റർ അതിന്റെ ലെങ്ത്, 0.15 മീറ്റർ അതിന്റെ ബ്രെഡ്ത്ത്. ഓക്കെ. ഇനി അതിന്റെ ഹൈറ്റ് കൂടെ കാണണം. 120 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഗറിലും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്.
120 സെന്റിമീറ്റർ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതവിടെ റെയിലിംഗ് പോസ്റ്റ് 120 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ 120 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഓക്കെ, ടോപ്പ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള സംഭവമാണ് 1.2 മീറ്റർ, 1.20 മീറ്റർ. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.324 മീറ്റർ ക്യൂബ്. അടുത്ത വർക്ക് എന്നുള്ളത് ഫിഫ്ത്ത് വർക്ക് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോഡിന്റെ രണ്ട് സൈഡിലും ഇത് റോഡ് വേ ആണ്. റോഡിന്റെ രണ്ട് സൈഡിലും കൊടുത്തുള്ള എഡ്ജ് ആയിട്ടുള്ള ഈ ഭാഗത്തെയാണ് കർവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നോർമലി ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാരപ്പറ്റും റോഡ് വേയും തമ്മിലൊരു സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ് കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും കർവ് എന്നുള്ളത് ഇതാണ് കർവ് ആയിട്ടുള്ള ഭാഗം. കർവ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ലെങ്ത്, റോഡിന്റെ അതേ ലെങ്ത്തിൽ കർവ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും കർവ് ഉണ്ട്, ഈ സൈഡിലും കർവ്, അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലും കർവ് ഉണ്ടാവും, രണ്ട് കർവ്. ദെൻ അതിന്റെ ലെങ്ത് എന്നുള്ളത് 6.90 മീറ്റർ. ദെൻ അതിന്റെ ബ്രെഡ്ത്ത് കണ്ടെത്തണം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രെഡ്ത്ത്. ഓക്കെ, ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെന്റിമീറ്റർ ഫിഗറിൽ തന്നിട്ടുണ്ട്. ആക്ച്വലി 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കണ്ടോ, 20/20 സെന്റിമീറ്റർ കർവ്, 20/20 സെന്റിമീറ്റർ കർവ്, അതായത് 20 സെന്റിമീറ്റർ ബ്രെഡ്ത്തും 20 സെന്റിമീറ്റർ ഡെപ്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ 20 സെന്റിമീറ്റർ എടുത്താൽ മതിയാകില്ല. കാരണം നമ്മൾ ഈ റെയിലിംഗ് പോസ്റ്റ് എടുത്തപ്പോൾ ഈ ഒരു ഹൈറ്റ് കണ്ടു ഇവിടം വരെ, ദെൻ സ്ലാബിന് കണ്ടപ്പോൾ ഇവിടം വരെ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത്രയും ഭാഗം. അപ്പൊ ഇത്രയും ഭാഗം 20 പ്ലസ് ഈ ഒരു ഭാഗം നമുക്കറിയാം 15 സെന്റിമീറ്റർ ആണെന്നുള്ളത്. ഈ 20 ഇത് 15. അപ്പൊ ടോട്ടല് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പ്ലസ് 15 35 ആണ്. അതായത് 35 സെന്റിമീറ്റർ, 0.35 മീറ്റർ, 0.35 മീറ്റർ. ഇനി അതിന്റെ ഹൈറ്റ് ഡെപ്ത് എന്നുള്ളത് നമുക്കറിയാം. സ്ലാബിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടു 20 വരെ. ഈ ഒരു 20 ആണ് കർവിന്റെ ഡെപ്ത്, ഇവിടെ മുതൽ മുകളിലോട്ട് റെയിലിംഗ് പോസ്റ്റ്. അപ്പോൾ ഹൈറ്റ് എന്നുള്ളത് 0.20 മീറ്റർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.966 മീറ്റർ ക്യൂബ്, 0.966 മീറ്റർ ക്യൂബ്. അപ്പൊ ടോട്ടൽ ഇനി ചെയ്യാൻ പോകുന്നത് ടോട്ടൽ RCC വർക്കാണ്. അപ്പൊ ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു, ഇവിടെ സ്പേസ് ഫോർ ഉണ്ട്, എന്നാലും ടോട്ടൽ ഈസ് ഈക്വൽ ടു 17.816 മീറ്റർ ക്യൂബ് ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് RCC വർക്ക് ഏരിയ. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ റിബ്സ് കണ്ടു, അതിന് കൂടെ ഫില്ലറ്റ് സെപ്പറേറ്റ് കണ്ടു. 3 റിബ്സ് വരുന്നുണ്ട്, ഫില്ലറ്റ് നമ്പർ 6, ലെങ്ത് എല്ലാം സെയിം ആണ്, ബ്രെഡ്ത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ. ദെൻ ഇത് ട്രയാങ്കിൾ പോർഷൻ ആയതുകൊണ്ട് ട്രയാങ്കിൾ ആയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ ബീമിന്റെ ക്വാണ്ടിറ്റി കിട്ടി. ദെൻ സ്ലാബ് ആണ് ഡെക്ക് സ്ലാബ്. ഡെക്ക് സ്ലാബിന്റെ ലെങ്ത് നമുക്കറിയാം നമ്പർ 1 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു TB ബീമിന്റെ ലെങ്ത് തന്നെയാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ടർ ബ്രെഡ്ത്ത് ആണ് 7.7 മീറ്റർ. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ ചെയ്തത് റെയിലിംഗ് പോസ്റ്റ് ആണ്. റെയിലിംഗ് പോസ്റ്റ് കണ്ടെത്തി. ഒരു സൈഡിൽ 6 റെയിലിംഗ് പോസ്റ്റ് ഉണ്ട്, രണ്ട് സൈഡിലാകുമ്പോൾ 12 റെയിലിംഗ് പോസ്റ്റ്. ദെൻ അതിന്റെ ലെങ്ത് കണ്ടു, ലെങ്ത്തും ബ്രെഡ്ത്തും 15/15 സെന്റിമീറ്റർ, ഹൈറ്റ് 1.2 മീറ്റർ. അത് കഴിഞ്ഞിട്ട് കർവ് കണ്ടു. കർവ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ചെറിയൊരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇത് സ്ലാബിന്റെ ഭാഗം, റെയിലിംഗ് പോസ്റ്റ് മുകളിലോട്ടാണ്. അപ്പൊ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ കർവിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് ചെയ്യാനുള്ളത് വിയറിംഗ് കോട്ടാണ്. RCC 1:2 വിയറിംഗ് കോട്ട് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് ഈ മുകളിൽ വരുന്ന ടാർ ചെയ്ത ഭാഗം, ഇതിൽ ടാർ അല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. RCC 1:2 വിയറിംഗ് കോട്ട്. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ് അതിന്റെ തിക്നെസ് വരുന്നത്. ചെയ്ത് നോക്കാം. RCC വർക്കിന്റെ ലെങ്ത്തും എടുത്ത് നോക്കാം. നമുക്കറിയാം ഈ റോഡ് വാഹനം പാസ് ചെയ്യുന്ന റോഡ് വേ എന്ന് പറയുന്ന ഭാഗത്തെയാണ് നമ്മൾ വിയറിംഗ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്നുള്ളത് 6.9 മീറ്റർ തന്നെ. നമ്പർ ഒരു റോഡിന്റെ ഒരു എന്നുള്ളത് രീതിക്ക് നമ്പർ 1 സ്ലാബിന് മുകളിലാണ് ചെയ്യാറുള്ളത്. ദെൻ അതിന്റെ ലെങ്ത് 6.1 മീറ്റർ, 6.90 മീറ്റർ. ദെൻ റോഡ് വേന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത്, റോഡിന്റെ വീതി എന്നുള്ളത് 7 മീറ്റർ റോഡ് വേ, 7 മീറ്റർ. ദെൻ അതിന്റെ തിക്നെസ്
10 സെന്റിമീറ്റർ ഉയരം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് 10 സെന്റിമീറ്റർ ഉയരം കൊണ്ട് 0.1 മീറ്റർ. അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 4.83 മീറ്റർ ക്യൂബ്. 4.83 മീറ്റർ ക്യൂബ്. അപ്പോ RCC1 is used for ഉയരം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. Then തേർഡ് വർക്ക് 40 mm dia GI പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിലിംഗ് പോസ്റ്റ് വരുന്ന ഭാഗത്ത് റെയിലിംഗ് പോസ്റ്റിനെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആ പൈപ്പിനെയാണ് 40 mm ഡയ GI പൈപ്പ് എന്ന് പറയുന്നത്. ഇത് നൽകിയിട്ടുണ്ട് 40 mm ഡയ GI പൈപ്പ് 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു റെയിലിംഗ് പോസ്റ്റിൽ 4 നമ്പർ, ഒരു സൈഡിൽ 4 നമ്പർ, ഓരോ റെയിലിംഗ് പോസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ 4 നമ്പർ GI പൈപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്പർ ഒരു സൈഡിൽ 4, രണ്ട് സൈഡിലും കൂട്ടുമ്പോൾ 2 into 4 അല്ലെങ്കിൽ 4 into 2, 4 ഒരു സൈഡിൽ, അങ്ങനെ രണ്ട് സൈഡ് 4 into 2. ലെങ്ത് എന്നുള്ളത് 6.90 മീറ്റർ. ഇതിൽ മാറ്റമില്ല, കാരണം റോഡിന്റെ ലെങ്ത് തന്നെയാണ് GI പാരപ്പറ്റിനും വരുന്ന ലെങ്ത്. ദെൻ അത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ പൈപ്പ് ആയതുകൊണ്ട് ലെങ്ത്തിലാണ് മെഷർ ചെയ്യാറുള്ളത് 55.20 മീറ്റർ. 55.20 മീറ്റർ. ഓക്കെ, അപ്പൊ GI പൈപ്പിന്റെ ടോട്ടൽ വേണ്ട ലെങ്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫോർത്ത് വർക്ക് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. Steel reinforcement bars including first one ബീമിലാണ് ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് വരിക, സെക്കൻഡ് സ്ലാബിൽ വരും, തേർഡ് വൺ റെയിലിംഗ് പോസ്റ്റും RCC ആണ്. റെയിലിംഗ് പോസ്റ്റ് ഇത്രയും ഭാഗത്താണ് നമുക്ക് സ്റ്റീൽ വർക്ക് വരുന്നത്. ബീം അറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നൽകിയിട്ടുണ്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്സ് ആർ 2.5% ഇൻ ബീം ആൻഡ് 1% ഇൻ സ്ലാബ് ആൻഡ് പോസ്റ്റ്. അതായത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ RCC വർക്കിന്റെ 2.5% ആണ് അതിൽ സ്റ്റീൽ വർക്ക് വരുന്നത്. ഏതിന്റെ കേസിൽ? ബീമില്. ടോട്ടൽ സ്ലാബിന്റെയും അതുപോലെ പോസ്റ്റിന്റെയും വർക്ക് എത്രയാണോ ആ വർക്കിന്റെ RCC വർക്കിന്റെ 1% ആണ് അതിൽ വരുന്നത്. സ്റ്റീൽ അതിൽ വരും, 1% സ്റ്റീൽ അതിൽ വരുള്ളൂ. ബീമാണ് എന്നുണ്ടെങ്കിൽ 2.5%. അതാണ് ഇവിടെ അറ്റ് 2.5%. ദെൻ സ്ലാബിന്റെ കേസിൽ അറ്റ് 1%, റെയിലിംഗ് പോസ്റ്റിലും അറ്റ് 1%. ഓക്കെ, ദെൻ നോക്കാം. നമുക്ക് ഓൾറെഡി ഇതിന്റെ ആൻസറുകൾ കിട്ടിയതാണ്. അപ്പൊ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബീമിന്റെ ടോട്ടൽ RCC വർക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. ബീമിന്റെ ടോട്ടൽ RCC വർക്ക് എന്ന് പറയുമ്പോൾ റിബ്സ് പ്ലസ് ഫില്ലറ്റ് വരുന്നതാണ് ബീം. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് ആക്ച്വലി ബീംസിന്റെ ക്വാണ്ടിറ്റി വരിക. അത് 5.9 ആയിരുന്നു. 5.9 into 2.5% ആണ്. 2.5 പെർസെന്റേജിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5/100 into. ഇതിലൊരു കാര്യമുണ്ട്, നമുക്ക് അതില് ഒരു ഫാക്ടറോടെ നൽകിയിട്ടുണ്ട്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ മാത്രമേ കിട്ടുള്ളൂ. മീറ്റർ ക്യൂബ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കൂടെ തന്നിട്ടുണ്ട് 78.5 ക്വിന്റൽ പെർ ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ 7.85 gram per centimeter ക്യൂബ്. ഞാൻ 78.5 ക്വിന്റൽ ഒരു ഫാക്ടറാണ്. ഈ ഫാക്ടർ ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റീൽ ബാറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിൻഡൽ വേണം, കിൻഡലിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. അപ്പൊ 78.5 ആണ്. 78.5. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഫസ്റ്റ് വർക്ക് എന്നുള്ളത് 13.5 കിൻഡൽ. ഓക്കെ, അടുത്ത സ്ലാബ് അറ്റ് 1%. സ്ലാബ് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് 10.626 ആയിരുന്നു. 10.626 into അതിൽ വരുന്നത് 1% ആണ്. 1/100 into 78.5. ഈ ബൈ 100 ചെയ്യുന്നത് പെർസെന്റേജിന് കൺവേർട്ട് ചെയ്തിട്ട് സംഖ്യയാക്കാൻ വേണ്ടിയിട്ടാണ്. 2.5% ആണ്. 2.5/100 ചെയ്താലുള്ളൂ ഇതിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക. 78.5 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 8.34 കിൻഡൽ. 8.34 കിൻഡൽ. Then next റെയിലിംഗ് പോസ്റ്റ് 1%. റെയിലിംഗ് പോസ്റ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി വന്നത് 0.324 ആണ്. 0.324
0.324 into 1% ആണ് 1/100 into 78.5. Okay. Is equal to 0.26 quintal. 0.26 quintal. Total steel bar reinforcement വരുന്നത് 22. ഇത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 22.10 കിൻഡൽ. ഓക്കെ, ഇത്രയും സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ടി ബീം ടെക്കിങ്ങിൽ കംപ്ലീറ്റ് എസ്റ്റിമേഷൻ ചെയ്ത് കഴിഞ്ഞു. റിപ്സ് കഴിഞ്ഞു, ഫില്ലറ്റ് കഴിഞ്ഞു, സ്ലാബ് ചെയ്തു, വിയറിംഗ് കോട്ട് ചെയ്തു, ഈ റെയിലിംഗ് പോസ്റ്റ് ചെയ്തു, അതിൽ വരുന്ന ബാർ ചെയ്തു. ഇthen അതിന്റെ പുറമെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ചെയ്തു. അപ്പോൾ ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടി ബീം ടെക്കിങ്ങിന്റെ എസ്റ്റിമേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ മനസ്സിലായി, എസ്റ്റിമേഷൻ ക്ലിയർ ആയിട്ട് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഏത് എസ്റ്റിമേഷൻ ആയാലും അതിൽ ബേസിക് ആയിട്ട് അതിന്റെ ഡ്രോയിങ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും വീഡിയോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.